ഹലോ, ഗുഡ് മോർണിംഗ്. ക്ലാസ്സൊക്കെ പോകല്ലേ? നേരം വൈകിയല്ലേ വിട്ടത്? ഞാൻ അവിടെ പുറത്ത് നിന്ന് കൊട്ടണത് ഡോറിലിട്ട്. എന്താണാവോ മിസ് ഇറങ്ങാത്ത? എന്താണാവോ? എന്ത് പറ്റി? ഇനി മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. അങ്ങനെ നോക്കി ഇരുന്ന് അപ്പൊ ഇറങ്ങി. പിന്നെ എനിക്ക് അടുത്ത മൊഡ്യൂൾ, നമ്മള് ഇന്ന് പുതിയൊരു മൊഡ്യൂളല്ലേ സ്റ്റാർട്ട് ചെയ്യണേ. എന്റെ മൊഡ്യൂളിലുള്ള ചാപ്റ്റർ തീർന്നു അല്ലേ? ഓർമ്മയുണ്ടോ അത്? തീർന്നു. അതായത് നമ്മൾ HRM, സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തീർന്നു. അപ്പൊ അടുത്ത മൊഡ്യൂൾ ഒന്നും ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് ഇടണം നമ്മുടെ സ്ക്രീനിൽ, എന്നാലും നിങ്ങൾക്ക് അത് വിസിബിൾ ആകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി സമയം എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. 6th മൊഡ്യൂളില് നമുക്കറിയാം 5, 6, 7 നമ്മളുടെ 1, 2, 3, 4 മൊഡ്യൂൾസ് നമ്മളുടെ എന്താ പറയാ ഡിപ്ലോമയിൽ നമ്മൾ കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് PG. അപ്പൊ 5, 6, 7 അങ്ങനെ മൊഡ്യൂൾസ് ആണ്. ഓരോ മൊഡ്യൂൾസിലും 8 ചാപ്റ്റേഴ്സ് വീതം ഉണ്ടെന്ന് നമ്മളത് പറഞ്ഞിരുന്നു അല്ലെ? ഓരോ മൊഡ്യൂളിലും 8 ചാപ്റ്റർ വീതം ഉണ്ട്. അപ്പൊ നമ്മളുടെ 5th മൊഡ്യൂളില് എനിക്ക് ഒരു ചാപ്റ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തു തരും കേട്ടോ. അവിടെ ചിലപ്പോ അവിടെ ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടെക്നിക്കലിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴാണല്ലോ ഞാൻ ഒരു പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അവരറിയുന്നത്. അപ്പൊ അവർക്ക് അവിടെ അപ്ലോഡ് ചെയ്തോളും. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് എന്റെ ആ ഒരു പോർഷൻ, ആ ഒരു മൊഡ്യൂളിൽ ഉണ്ടായിരുന്ന പോർഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുകയാണ്. എന്നിട്ട് ഈ മൊഡ്യൂളിലുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ദാറ്റ് ഈസ് 7th ചാപ്റ്റർ ആണ്. 6th മൊഡ്യൂളിൽ എനിക്കുള്ള ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, 7ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നാണ്. അപ്പൊ അപ്ലോഡ് ചെയ്ത് തരും. ആരെങ്കിലും കയ്യിൽ നോട്ട് ഉണ്ടോ? വന്നോ? ഇല്ല, ആരുടെയും കയ്യിലില്ല. യെസ്, ഉണ്ടെന്ന് പറയുന്നു. പേജ് നമ്പർ പറയാമോ ഒന്ന്? നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുള്ള പേജ് നമ്പർ ഒന്ന് പറയുമായിരിക്കും. 95. ഓക്കെ, താങ്ക് യു. 95ലേക്ക് ആക്കട്ടെ. യെസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കളക്ട് ചെയ്തതാ. ഓക്കെ, അങ്ങനെയായിരിക്കാം. നിങ്ങൾക്ക് നോട്ട്സ് ചില ആളുകൾക്ക് ചോദിച്ചപ്പോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരിക്കും ക്ലാസ് റൂമിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ ചിലപ്പോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളിലേക്ക് എത്തുമായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പുതിയൊരു മൊഡ്യൂള്, പുതിയൊരു ചാപ്റ്റർ കേട്ടോ. 6th മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ആണ്. 7th ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൊഡ്യൂളുകളിലേക്ക് വേഗം പോകാം. അടുത്ത മൊഡ്യൂളിലേക്ക് 2 ചാപ്റ്റർ ഉണ്ട്. ഈ 2 മൊഡ്യൂൾസിലും ഒരേ ചാപ്റ്റർ ഇത് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്? ഡിസാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ദുരന്തങ്ങൾ. എനിക്കറിയാം നിങ്ങൾ ഡിപ്ലോമയിലും ഒരു സച്ച് എ ലെങ്തി ചാപ്റ്റർ ഡിസാസ്റ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചില്ലേ? ഡിപ്ലോമയിൽ നമുക്ക് ഡിസാസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലും ഉള്ളത്. എന്താണ് ഡിസാസ്റ്റർ? ദുരന്തങ്ങളാണ് അല്ലെ? പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കുറെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് ഈ ഒരു ചാപ്റ്ററും പഠിക്കാൻ അത്ര അങ്ങോട്ട് എളുപ്പമായിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വായിച്ചിട്ടൊക്കെ. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം, ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യുക. നമുക്കറിയാം there are some disasters which cannot be preventable and also which cannot be preventable.
ചില തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് എന്താ പറയാ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തടയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിനെ അതങ്ങനെ ഒക്കെ ചെയ്യും. നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് തടയാൻ ശ്രമിച്ചാലും അത്തരം ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഡിസാസ്റ്ററുണ്ട്. ചിലതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താം, ചിലപ്പോ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു എന്താ പറയാ ആഘാതത്തെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് നമുക്കറിയാം, നമുക്ക് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ഡിസാസ്റ്ററിനെ കുറിച്ച് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻ ഹോസ്പിറ്റൽസ്, നമ്മളുടെ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത്തരം ഒരു ഓർഗനൈസേഷനിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ ബൈ ഡേ നിങ്ങൾ അതിനുവേണ്ടിയാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഡിപ്ലോമ കഴിഞ്ഞു, ഇനി അതിനുശേഷം നിങ്ങൾ അതിന്റെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടി ഒരു സ്കിൽഡ് പ്രൊഫഷണൽ ഏതില് ഹോസ്പിറ്റൽസിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നല്ലൊരു വിദഗ്ധരായിട്ടുള്ള ഒരു എന്താ പറയാ ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായി മാറുക എന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രിപ്പയർനെസ്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മളിങ്ങനെ ഓരോ ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി വേഗം പോയിട്ട് ജോലി ചെയ്തു, അവിടെ ജോലി കിട്ടിയിട്ട് അവിടെ ചെന്ന് നിർത്തിയിരിക്കാമെന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങള്. അപ്പൊ അവിടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തില് അതുപോലെ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന മറ്റൊരു മേഖലയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും നമുക്ക് അതിനും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും, കൈകടത്തേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിനെ ഓവറോൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി അല്ലെ. അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക അല്ലെ. ആൻഡ് ഓൾസോ ടു ട്രാക്ക് ദ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡഡ്. മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം ഗുണനിലവാരമുള്ള സേവനമാണ് അവിടെ വരുന്ന പേഷ്യൻസിനും അല്ലെങ്കിൽ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് രീതിയിലുള്ള സേവനം എങ്ങനെയും കൊടുക്കാം, പക്ഷെ ക്വാളിറ്റി ഉള്ള സേവനം നൽകുക, അതാണ് ഒരു ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന നടത്തുന്നുണ്ട് അല്ലെ. ആ പഠിപ്പിക്കല് ഏത് വേണമെങ്കിലും ഇത് വെറുതെ നിങ്ങൾ ഇങ്ങനെ വെറുതെ അങ്ങനെ വായിച്ചു നോക്കി സെന്റൻസിന്റെ അർത്ഥം പറയുന്നതല്ലല്ലോ കാര്യം അല്ലെ. അതുപോലെ തന്നെ മറ്റ് അതായത് ഓരോ രീതിയിൽ നമ്മൾ എങ്ങനെ ആ ഒരു സേവനം ക്വാളിറ്റി ഉള്ളതാക്കി, ഏത് രീതിയിലുള്ള സർവീസ് കൊടുക്കുമ്പോഴും അത് ക്വാളിറ്റി ഉള്ള ഒരു സേവനമാക്കി മാറ്റുമ്പോൾ അതാണ് ഒരു നല്ല മാനേജ്മെന്റ്. ആൻഡ് ഓൾസോ ഇറ്റ് ലീഡ്സ് ടു ദ സക്സസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതാണ് ഓർഗനൈസേഷൻ സക്സസ്. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം, ആ ഒരു ഡിപ്പാർട്ട്മെന്റും ഹാവ് ടു ഡീൽ വിത്ത് സച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നിങ്ങൾക്കും ആ ഒരു ജോലിയിൽ അതല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ നിങ്ങൾ ജോലിക്കായിട്ട് പോകുമ്പോൾ. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഡിസാസ്റ്റർ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത്, അതായത് ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻസിൽ ഹൗ ക്യാൻ വി ഡീൽ വിത്ത് ദിസ് ഡിസാസ്റ്റർ, ഈ ഡിസാസ്റ്ററെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെങ്ങനെ ഡീൽ ചെയ്യാം. ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ്. അതിനോടൊപ്പം തന്നെ ഇതൊക്കെ മാനേജ് ചെയ്ത് വരുന്ന പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള എന്താ പറയാ സേവനം കൊടുക്കുക. ആൻഡ് ഓൾസോ ഇഫക്റ്റീവ്ലി പ്ലാൻ അക്കോർഡിംഗ് ടു ദ മാനേജ്മെന്റ് ഓഫ് ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്ററിന് എതിരെ നല്ല രീതിയിലുള്ള പ്ലാനിങ് തയ്യാറാക്കുക. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ നമ്മളുടെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ വന്നാൽ ഹൗ വിൽ ബി റിയാക്ട് ടു ഇറ്റ്. നമ്മളുടെ ഒരു ഭാഗത്ത് നിന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവരുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത്, അതിനെ കുറിച്ച് ഒരു നേരത്തെ കൂട്ടി പ്ലാനിങ് ആൻഡ് ഓൾസോ പ്രിപ്പയർനെസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം. ഓക്കെ, അതൊക്കെ ഒരു ഭയങ്കര ലാർജ് സ്കെയില് എന്ന് വെച്ചാൽ വലിയ തോതിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുകയും പ്രിപ്പയർഡ് ആകുകയും വേണം എന്നുള്ളതാണ് ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ, ഇപ്പൊ നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പല ദുരന്തം ഉണ്ടായെന്ന് വിചാരിക്കാം. ഈ ദുരന്തങ്ങൾ എഫക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ദുരന്തത്തിൽ അതിന് ഇരയായവരുണ്ട്, അതിന്റെ വിക്ടിംസ് ആയിട്ടുള്ളവർ അല്ലെ. ആ ഡിസാസ്റ്ററിൽ വിക്ടിം ആയിട്ടുള്ള ആളുകളെ വി വിൽ ടേക്ക് ദം ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ അല്ലെ. നമ്മൾ എന്താ ചെയ്യുക, അത്തരം ദുരന്തങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തി ഒരു തരിയെങ്കിലും ശ്വാസം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ
വേഗം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്കാണ് കൊണ്ടുപോകുക, അല്ലാതെ ഏറ്റവും ദൂരയിലേക്കല്ല. കാരണം ആസ് സൂൺ ആസ് പോസിബിൾ നമുക്കിപ്പോ അവരുടെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറയുന്നത് അവരുടെ ജീവനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്താൻ പറ്റുക അല്ലെ. അപ്പൊ അതിലേക്ക് കൊണ്ടുവരണം. അതിന് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? അപ്പൊ നിയറസ്റ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഹോസ്പിറ്റലിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി വെൻ എ ഡിസാസ്റ്റർ ഓക്കർ, അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രൊഫഷണൽസ് ഓർ ദ സ്കിൽഡ് പ്രൊഫഷണൽസ് ഇൻ ദ ഹോസ്പിറ്റലിലെ വളരെ ഇത്തരം വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നിങ്ങളെ പോലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അടക്കം ഹാവ് ടു ആക്ട് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അതിനെതിരെ എന്ത് ചെയ്യണം? നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അപ്പൊ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതായത് തൊട്ടടുത്ത നിമിഷവും എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിൽ ഒരുങ്ങിയിരിക്കണം. ആ ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളും എന്താ പറയാ, എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽസ്, ലോക്കൽ ഹോസ്പിറ്റൽസ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇറ്റ്സ് എ സീരിയസ് പ്രോബ്ലം അല്ലെ. നമുക്കറിയാം അതൊരു ഭയങ്കരമായ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ എന്താ പറയാ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതെന്ന് പറയുന്നത് ചിലപ്പോ ചില ഡിസാസ്റ്റേഴ്സ് ലാസ്റ്റ് ഫോർ ഓൺലി ഷോർട്ട് പീരീഡ്, കുറച്ച് നേരത്തേക്കുള്ളതായിരിക്കാം. ചിലത് ലോങ് പീരീഡ്. അതിന്റെ കോൺസിക്വൻസസ്, ഇത്തരം ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ലോങ് പീരീഡിലേക്ക് തന്നെ നീണ്ടു നിൽക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നമ്മുടെ 2018 2018 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഫ്ലഡ് എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്റർ. നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല. അതിങ്ങനെ വെള്ളം ഇങ്ങനെ വന്നു. വെള്ളം വന്ന് എന്ത് ചെയ്തു? ഞങ്ങളൊക്കെ ഓടേണ്ടി വന്നു. ഓക്കെ, അതായത് നീന്തിയും ഓടിയും ചിലർക്ക് ഓടാൻ പറ്റി, ഓടിപ്പോകാൻ പറ്റി. പക്ഷെ നമ്മളൊക്കെ അത്രയധികം വെള്ളമൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളുകളുടെ വീട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അതെ, നമ്മുടെയൊക്കെ വീടിന്റെ സ്വിച്ച് ബോർഡ് ഏകദേശം ഒരു നമ്മളുടെ എന്താ പറയാ ഹൈറ്റിന്റെ ഒക്കെ ഏകദേശം അത്രയൊക്കെ ഉള്ള സ്ഥലത്താണ് സ്വിച്ച് ബോർഡ്. ഏകദേശം ആ സ്വിച്ച് ബോർഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ വരെയൊക്കെ വെള്ളം വന്നു. ഓക്കെ, മുറ്റത്ത് നിന്ന് കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ വീട്. അതിനേക്കാള് പിന്നെന്ത് ചെയ്തു? നമ്മുടെ വീടിനകത്ത് അത്രയും വെള്ളം വന്നു എന്ന് വിചാരിക്കുമ്പോൾ നമുക്കറിയാം മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ മുങ്ങി പോകുന്ന അത്രയും ഹൈറ്റിൽ വെള്ളം വന്നു എന്നാണ്. ഓക്കെ, അപ്പൊ അത്രയും വെള്ളത്തിൽ നമ്മൾ മുങ്ങി നിന്നു. ഈ ഫ്ലഡിനെ നമുക്ക് നേരത്തെ കൂട്ടി നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. കാരണം വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം തരത്തിലുള്ള ചില ദുരന്തങ്ങൾ, ഡിസാസ്റ്ററുകൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കതിനെ എന്താ പറയാ തടയാനായിട്ട് പറ്റില്ല, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ചിലതുകളൊക്കെ നമുക്ക് എന്താ പറയാ അതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് പറ്റും. ചില ഇത്തരം ഡിസാസ്റ്ററുകൾ അത് ഷോർട്ട് പീരീഡിലാണ്. ചിലപ്പോൾ വെള്ളപ്പൊക്കം വന്നു 2-3 ദിവസത്തേക്ക് അതെന്ത് ചെയ്തു? കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വെള്ളം ഇറങ്ങിപ്പോയി. പക്ഷേ ആഫ്റ്റർ അതിന്റെ കോൺസിക്വൻസസ്, അതിൽ നിന്നുണ്ടായ പ്രത്യാഘാതങ്ങൾ അത് മാറാനായിട്ട് നമുക്ക് കുറച്ചധികം സമയം എടുക്കേണ്ടി വന്നു. കാരണം 1 മാസത്തോളമൊക്കെ വീട് മൊത്തം എന്താ പറയാ ചെളിയും ഇതുപോലെ എല്ലാ സാധനങ്ങളും വന്ന് അരിഞ്ഞുകൂടി നമ്മൾക്കുണ്ടായിരുന്ന നമ്മുടെ പ്രോപ്പർട്ടീസ്, വീടിനകത്തുള്ള പല സാധനങ്ങളും അല്ലെ, മെഷീനറീസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, TV, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂടി അടിഞ്ഞുകൂടി ഏതെങ്കിലും ഒരു മൂലയിൽ വന്ന് കിടന്നു അല്ലെ. പിന്നെ എന്താ പറയാ നമ്മൾക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ, ചെറിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നവര് ചിലപ്പോൾ അത് ഇടിഞ്ഞും പൊളിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം നാശനഷ്ടങ്ങൾക്ക് ഒരുപാട് നമ്മൾ വിധേയരായി. ഓക്കെ, അപ്പൊ അതൊക്കെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതവും വളരെ ഷോർട്ട് പീരീഡിലേക്കല്ല, അത് ചിലപ്പോൾ കുറച്ച് ലോങ് പീരീഡിൽ നമുക്ക് അതിനെയൊക്കെ റീഗെയിൻ ചെയ്ത് നമുക്കതിൽ നിന്നൊക്കെ മുക്തി നേടി വീണ്ടും ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലെ. തീർച്ചയായിട്ടും അതിന് സമയമെടുക്കും. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഇറ്റ്സ് എ വൈഡ് സ്പ്രെഡ് കോസ്. അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യന്മാർക്ക്, ഹ്യൂമന് മാത്രമല്ല അത് നാശനഷ്ടം ഉണ്ടാക്കുക. മനുഷ്യന്മാർക്ക് മരണം സംഭവിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇടിഞ്ഞു വീണ് ആളുകൾ മരിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് പല സാധനങ്ങൾ നമ്മൾക്ക് അത് പോകുന്നു, നശിച്ചു പോകുന്നു. പിന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല നമ്മുടെ പ്രകൃതി, നമ്മുടെ എൻവയോൺമെന്റിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എൻവയോൺമെന്റിലുള്ള മരങ്ങൾ ഇടിഞ്ഞു വീഴുക, കടം ഒഴുകി വീഴുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇത്തരം ഡിസാസ്റ്റേഴ്സ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. സോ ദ ഡിസാസ്റ്റർ ഒക്കറിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ഹാവ് ടു കോപ്പ് അപ്പ് വിത്ത് ദെയർ ഓൺ റിസോഴ്സസ് ടു ഓവർകം ദിസ് ഡിസാസ്റ്റർ. ഇത്തരം ഡിസാസ്റ്റേഴ്സിനെ, ഇത്തരം ഇതുപോലെയുള്ള ദുരന്തങ്ങളെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളുടെ സമൂഹം, നമ്മളായിരിക്കുന്ന ഏത് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി ഏതാണോ അവർ തന്നെ കഷ്ടപ്പെടിച്ച് വീണ്ടും
കഷ്ടപ്പെട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ റീഗെയിൻ ചെയ്യേണ്ടി വരും. അത്തരം നഷ്ടങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ച് കടന്നു വരേണ്ടി വരും. ഗവൺമെന്റ് വിൽ ഹെൽപ്പ് അസ് അല്ലെ. അധികം ആളുകളൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരില്ല. ഇനി അത്രയും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അന്യ രാജ്യങ്ങളിൽ നിന്ന്, കാരണം അവർക്ക് നമ്മളുടെ നാടിന്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടൊക്കെ ആയിരിക്കാം നമുക്ക് ചില നഷ്ടങ്ങളെയൊക്കെ നികത്താൻ പറ്റുക. പക്ഷെങ്കിലും ഒരു പരിധിയിലധികവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ആ നഷ്ടത്തെ നികത്താനുള്ള കഷ്ടപ്പാട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഒരുപാട് പേർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ഡിസാസ്റ്റർ എന്താണ്, അതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്താണെന്ന് ഇങ്ങനെ വാദമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമുക്ക് മനസ്സിലാകും. ബിക്കോസ് വി ഹാവ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് സച്ച് എ ഡിസാസ്റ്റർ. അത്തരം ഡിസാസ്റ്ററുകൾ അനുഭവിച്ചവരും ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. അപ്പോ ഡിസാസ്റ്റർ പല രീതിയിലാണ്. ഫ്ലഡ് വരും, അതുപോലെ തന്നെ എന്താ പറയാ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങള്, ഡ്രോട്ട്, എന്താ ഈ വരൾച്ച, അതുപോലെ തന്നെ എപ്പിഡമിക്സ്, അതായത് പല തരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, ഇതൊക്കെ ദുരന്തം തന്നെയാണ്. ഓക്കെ, നമ്മൾ വയനാട്ടില് കഴിഞ്ഞ വർഷം കണ്ടു അല്ലെ, മണ്ണിടിച്ചിൽ, ലാൻഡ് സ്ലൈഡ് ആണ്, മണ്ണിടിച്ചില്, ഇതൊക്കെ ദുരന്തമാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് അതന്നെ. അപ്പൊ ഇത്തരം ഉരുൾപൊട്ടല്, അപ്പൊ ഇങ്ങനെയുള്ള ദുരന്തങ്ങള് എന്താ പറയാ നമ്മൾ ഇതിന് ഒക്കർ ചെയ്യും. പക്ഷെ ഇറ്റ് കനോട്ട് ബി പ്രിവെന്റഡ്. നമുക്ക് നേരത്തെ കൂട്ടി ചിലപ്പോ ചിലതിനൊക്കെ ചിലപ്പോൾ സൂചനകൾ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിയിരിക്കണം. ആര്, നമ്മളല്ല, ഹോസ്പിറ്റൽസ്. കാരണം അന്നേരം അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയാണോ ദുരന്തം നടക്കുന്നത് അതിന്റെ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ വരുന്ന ഹോസ്പിറ്റൽസിലേക്കായിരിക്കും ആ പറയുന്ന ഡിസാസ്റ്റർ വിക്ടിംസിനെ, ആ പറയുന്ന അതിനകത്ത് വന്ന ഇരകളെ കൊണ്ടുവരുന്നത്, അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടി. ഓക്കെ, സോ ആ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അത് ഷോർട്ട് പീരീഡിലേക്കാകാം, ചിലപ്പോൾ ലോങ് പീരീഡിലേക്കാകാം. അത് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ, ഹ്യൂമന് നഷ്ടം ഉണ്ടാകുന്നു, മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള നഷ്ടങ്ങൾ, എൻവയോൺമെന്റൽ ആയിട്ടുള്ള നഷ്ടങ്ങൾ, അങ്ങനെ ഒത്തിരി നഷ്ടങ്ങൾ നമുക്ക് ഡിസാസ്റ്റർ കൊണ്ട് ഉണ്ടാകുന്നു. സോ ഡിസാസ്റ്റർ ഈസ് കോൾഡ് എ സീരിയസ് പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്ററിനെ നമ്മളൊരു വലിയ ഭയാനകമായ ഭയങ്കര ഗൗരവമേറിയ ഒരു പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യണം. WHO നമ്മുടെ ഡിസാസ്റ്ററിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഡിസാസ്റ്ററിന്. ഡെഫിനിഷൻ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ആയതുകൊണ്ട് ലെറ്റ്സ് റീഡ് ടുഗദർ. നമുക്ക് തന്നെ ഒരുമിച്ച് വായിക്കാം. ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഡെഫിനിഷൻ, നിർവചനമല്ലേ. ആ നിർവചനങ്ങളൊക്കെ ഒരാൾ കൊടുത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്നതാകുമ്പോ അത് അങ്ങനെ തന്നെ വായിക്കണം. വിതൗട്ട് എനി വേർഡ്സ്. അത് നമുക്ക് എല്ലാ വേർഡുകളും അവിടെ വരുന്ന രീതിയിൽ തന്നെ വായിക്കണം. WHO defines a disaster as any occurrence that causes damage, economic disruption, loss of human life, and deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. WHO പറയുന്നത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന എന്താ പറയാ പലതരത്തിലുള്ള ഡാമേജസ്, അതുപോലെ പലതരത്തിലുള്ള ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രപ്ഷൻ എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങള്, അതുപോലെ ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങള്, മാത്രമല്ല നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്. ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളും പെരുകും. ഇപ്പൊ ഉദാഹരണം നമ്മളുടെ വെള്ളപ്പൊക്കം ഇതൊക്കെ ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോ എന്താ പറയാ, അന്നേരം എല്ലാവരും കൂടി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും അല്ല, എല്ലാവരെയും കൂടി മാറ്റി പാർപ്പിക്കുക. അങ്ങനെ വരുമ്പോ അവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ, സ്പ്രെഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത്രയും ആ ഒരു എന്താ പറയാ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ആളുകളിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാനൊക്കെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ നടത്തുന്നവരെ, കാരണം ഹോസ്പിറ്റൽസിലേക്കാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വേഗം കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഇതിന് കാരണമാകാവുന്ന ഇതിനെയാണ് നമ്മള് ഡിസാസ്റ്റർ എന്ന് വിളിക്കാന്നാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോ നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ വെദർ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്നൊക്കെ നമുക്ക് ചിലപ്പോ ആ ഒരു കമ്മ്യൂണിറ്റിക്ക്, ആ ഡിസാസ്റ്റർ അഫക്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് പല സഹായങ്ങളും ഒക്കെ വരാം. ചിലപ്പോഴൊക്കെ അത് ചിലപ്പോഴൊക്കെ വരും. അല്ലാതെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ അതിന് ഏതെങ്കിലും രീതിയിലൊക്കെ കോപ്പ് ചെയ്യാന്ന് പറയുന്നെങ്കിൽ നമ്മൾ അതുമായിട്ട് അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനോട് ഇണങ്ങിച്ചേരാനായിട്ട് നമുക്ക് പറ്റണം. ഡിസാസ്റ്ററിനെ ഓവർകം ചെയ്ത് പുറത്തേക്ക് വരിക അല്ലെ. അപ്പൊ ദുരന്തങ്ങൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്താ പറയാ, ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ ആർ നോട്ട് പ്രിവെന്റബിൾ, നമുക്ക് എന്താ പറയാ തടയാൻ പറ്റുന്ന ഒന്നല്ല. ഇനി
ഈ പറയുന്ന എന്താ പറയാ ചില ഡിസാസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അതിന്റെ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും, അതിന്റെ ആഘാതത്തെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ചില ഡിസാസ്റ്റേഴ്സ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്ത് നമ്മുടെ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയാണ്. ഇനി അതുപോലെയുള്ള ചില ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് നമുക്കറിയാം. എർത്ത് ക്വേക്ക് നമുക്ക് പറ്റില്ല തടയാനായിട്ട്, വരും. ഭൂകമ്പങ്ങൾ അല്ലെ, ഭൂമികുലുക്കം ഒക്കെ വരും. അതുപോലെ തന്നെ ഹെവി റെയിൻഫോൾ, ഭയങ്കര ശക്തമായ മഴ, ഇതൊക്കെ വരാം. അതുപോലെ തന്നെ ഹരിക്കെയിൻ, കെമിക്കൽ ആക്സിഡന്റ്, അതായത് നമ്മളുടെ ഇത് എന്താ പറയാ ചുഴലിക്കാറ്റ്. അതുപോലെ ഹരിക്കെയിൻ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ്. കെമിക്കൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ, അതായത് നമുക്ക് രാസവസ്തുക്കളുടെ ഒക്കെ അതുകൊണ്ടുണ്ടാകുന്ന ആക്സിഡന്റ്. ചിലപ്പോഴൊക്കെ എവിടെ നിന്നൊക്കെ ലീക്കേജ് വരും. ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ മാസങ്ങളിൽ നമ്മൾ കേട്ടു, കഴിഞ്ഞ മാസം എന്താ കേട്ടത്, എവിടെയോ ഏതോ ഷിപ്പിൽ നിന്ന് എന്തോ കെമിക്കൽസ് എന്ത് ചെയ്തു, ആ കടലിലേക്ക് സ്പ്രെഡ് ചെയ്തു എന്നുള്ള വാർത്ത കേട്ടിരുന്നോ? നിങ്ങൾ കേട്ടോ അങ്ങനെ ഒരു വാർത്ത? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആളുകളൊന്നും അധികം ഫിഷ് ഒന്നും വാങ്ങിച്ച് കഴിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയി. കാരണം ആ ഒരു കെമിക്കൽ അതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അപ്പൊ ഫിഷസിനെയൊക്കെ അത് ബാധിച്ചിട്ടായിരിക്കും. സോ വെൻ വി ആർ ഹാവിങ് ഇറ്റ്, നമ്മളത് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഉണ്ടാക്കിയോ കഴിക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്തുണ്ടാകാൻ ചില പലതരത്തിലുള്ള എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങളോ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അങ്ങനെ മരണവും സംഭവിച്ച കാര്യവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽ ചോർച്ചകൾ, അതുപോലെ വരൾച്ച, ഡ്രോട്ട്, പിന്നെ ആംഡ് കോൺഫ്ലിക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാം തന്നെ ഡിസാസ്റ്റർ ആണ്. ഇത്തരം ഡിസാസ്റ്ററുകൾക്ക് ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളും അതിഭയാനകം തന്നെയാണ്. സോ ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ്, ഇപ്പൊ എർത്ത് ക്വേക്ക്, ഹരിക്കെയിൻ, ഇറ്റ് കനോട്ട് ബി പ്രിവെന്റബിൾ, നമുക്ക് അതിന് തടസ്സമൊന്നും ഉണ്ടാൻ പറ്റില്ല, തടയാനും പറ്റില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് there will be lot of people killed. അതിനകത്ത് എന്തുണ്ടാകും, ഒരുപാട് ആളുകൾ മരണപ്പെടും. ഭൂമികുലുക്കമൊക്കെ ഉണ്ടാകുമ്പോൾ മരണം സംഭവിക്കുന്നുണ്ട്. ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ അത് ഷേക്ക് ചെയ്യും. അതനുസരിച്ച് പല സ്ഥലത്തും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഭൂമികുലുക്കം കൊണ്ട് ഒത്തിരി ആളുകൾ മരിച്ച ഏതെങ്കിലും ദുരന്തം ഉണ്ടോ ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ ഒത്തിരി നാളുകൾക്ക് മുമ്പോ എപ്പോഴെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? വാർത്തകളില് അധികം കേട്ടിട്ടുണ്ടോ? ഗുജറാത്തിലെ ഭൂകമ്പം കേട്ടിരുന്നോ? ഭൂജ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ, അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ അതിന് എന്താ പറയാ അതിന്റെ അടിയിൽ, ആ ഭൂമിയുടെ അടിയിലേക്ക് എന്താ പറയാ ബിൽഡിംഗ് ഒക്കെ തകർത്ത് വീണിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ അടിയിൽ പെട്ട കുട്ടികളും അതുപോലെ തന്നെ എന്താ പറയാ പാരന്റ്സും ഒക്കെ ആയിട്ടുള്ള കുട്ടികളും ഒക്കെ, എല്ലാവരും കുട്ടികളും അമ്മമാരും ഒക്കെ അതിന്റെ അടിയിൽ പെടുകയും ഒരുപാട് ആളുകളുടെ ജീവൻ അപകടത്തിലായ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക്, ഒരുപാട് പേർക്ക് മരണം സംഭവിക്കുന്നു. മെനി പീപ്പിൾ ആർ ഇൻജുവേർഡ്. ഒത്തിരി ആളുകൾക്ക് പലതരത്തിലുള്ള പരിക്കുകൾ അല്ലെ, സീരിയസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള പരിക്കുകളും കൂടി ചില ആളുകൾ രക്ഷപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ എർത്ത് ക്വേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹരിക്കെയിൻ, ചുഴലിക്കാറ്റ്, ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകൾ. ഓക്കെ. അപ്പോ എങ്ങനെയൊക്കെ ആയിരുന്നാലും നമ്മളുടെ ഇത്തരം ഇവന്റ്സ് ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഹ്യൂമൻ കൈൻഡ് ഹാസ് ടു ടോയിൽ. എന്ന് വെച്ചാൽ എന്താ ടോയിൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ എന്താ പറയാ കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വളരെയധികം എന്താ പറയാ അധികം തന്നെയാണ്. ബിക്കോസ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് കൊണ്ട് നമുക്ക് നമ്മളുടെ എന്താ പറയാ നമ്മുടെ വീട് നഷ്ടപ്പെടുന്നു, നമ്മളുടെ കൃഷിഭൂമി നഷ്ടപ്പെടുന്നു, നമ്മൾ എന്താ പറയാ കൂടുതൽ അഭയാർത്ഥികളെ പോലെ നമുക്ക് എവിടെയെങ്കിലും ചേക്കേറേണ്ടി വരുന്നു. കണ്ടോ? അപ്പൊ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് ടോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഡിസാസ്റ്ററുകളെയൊക്കെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, അത് നമ്മുടെ ഹോസ്പിറ്റൽസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ ഇവിടെ വരെ? മനസ്സിലായോ? കുഞ്ഞ് 2-3 പാരഗ്രാഫേ ഞാൻ എടുത്തുള്ളൂ, അത്രയുമാണ് പറഞ്ഞത്. അതിന്റെ അണ്ടർലൈൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും സെന്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഹരിക്കെയിൻ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റാണ്, അവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടാ. ഹരിക്കെയിൻ, ചുഴലിക്കാറ്റ്. പിന്നെ ഇതൊന്നും പറയാനില്ലല്ലോ. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, വരൾച്ച. ആംഡ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാർഫെയർ ആണ്, യുദ്ധ കാലഘട്ടങ്ങളാണ്, യുദ്ധങ്ങൾ. WHO ഫുൾ ഫോം അറിയാലോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അറിയില്ലാത്തവര് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അതൊക്കെ ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ നിങ്ങൾ നേരത്തെ മറ്റേ ഡിസാസ്റ്ററിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ 3 പാരഗ്രാഫ് ഒന്ന് വേഗം വായിക്കാം കേട്ടോ.
മീനിങ് മനസ്സിലാവാത്ത സെന്റൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. കഴിഞ്ഞെങ്കിൽ പറയണോട്ടാ. ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല കേട്ടോ, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടാ. എ ഡിസാസ്റ്റർ ഈസ് എ സീരിയസ് പ്രോബ്ലം ഒക്കറിംഗ് ഓവർ എ ഷോർട്ട് ഓർ ലോങ് പീരീഡ് ഓഫ് ടൈം. ചെറിയ കാലഘട്ടത്തിൽ ദീർഘകാലം ഉണ്ടാവില്ല, ചിലപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. വിച്ച് കോസസ് വൈഡ് സ്പ്രെഡ്, അത് എന്തിനൊക്കെ കാരണമാകും? ഹ്യൂമൻ, മെറ്റീരിയൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ലോസ്. ഈ പറയുന്ന എല്ലാത്തിനും നാശനഷ്ടം വിതയ്ക്കുന്ന ഒന്നായ ഒരു വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. അത് ചിലപ്പോൾ ചെറിയ കാലഘട്ടത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ ലോങ് പീരീഡിലേക്ക് ആകുന്ന ചില സീരിയസ് പ്രോബ്ലം, അതിനെയാണ് നമ്മള് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ലോസ്, അവിടെ വരെ മതി, അത്ര മതി. വിച്ച് എക്സിസ്റ്റ് ഒന്നും വേണ്ട. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ സെന്റൻസ്. A disaster is a serious problem occurring over a short period of time that causes widespread human, material, അതിലെല്ലാത്തിനോട് ലാസ്റ്റ് ആണ് ലോസ് വന്നേക്കണേ. ഹ്യൂമൻ ലോസ്, മെറ്റീരിയൽ ലോസ്, ഇക്കണോമിക് ലോസ്, എൻവയോൺമെന്റൽ ലോസ്. ലാസ്റ്റ് ലോസ് ഒറ്റ വേർഡിന്റെ കൂടെ ചേർത്തു മാത്രം, അവിടെ വരെ കേട്ടോ. ഇനി അടുത്തത് സെന്റൻസ് മാർക്ക് ചെയ്യേണ്ടത്. WHO, WHO defines a disaster as an occurrence. അണ്ടർലൈൻ ചെയ്യാട്ടോ. അതിന്റെ ഒപ്പം ഹൂവിന്റെ expanded form നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. Causes damage, economic recession, loss of human life and deterioration of health and health services. അവിടെ വരെ മതി. ആരോഗ്യം, ആരോഗ്യ സേവനങ്ങളിലും ഉണ്ടാകാവുന്ന കുറവ്. ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ, കുറവ്. എന്താ പറയാ, ആരോഗ്യം ശരിയായ രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഡിസാസ്റ്ററിൽ ഉണ്ടാകും. അവിടെ വരെ മതി. ഹെൽത്ത് സർവീസസ് ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി പ്രൈമറി കേസസ് ഓഫ് ഡിസാസ്റ്റർ ആർ നോട്ട് പ്രിവെന്റബിൾ. നമുക്ക് എന്താ പറയാ, പ്രാഥമികമായിട്ട് നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്ററുകൾ നമുക്ക് തടയാൻ പറ്റുന്നതല്ല. അണ്ടർലൈൻ ചെയ്യാൻ സെന്റൻസ്. ഇൻ ജനറൽ എന്ന് പറയുന്ന വേർഡ് വേണ്ട, ആ ഫ്രേസ് വേണ്ട. ദ പ്രൈമറി കേസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആർ നോട്ട് പ്രിവെന്റബിൾ. എന്നാൽ സെക്കൻഡറി ഇഫക്റ്റുകൾ എന്ത് ചെയ്യാം? നമുക്ക് അമനബിൾ ടു പ്രിവെൻഷൻ, നമുക്ക് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. അറ്റ്ലീസ്റ്റ് മിറ്റിഗേഷൻ എന്താ ചെയ്യാം? കുറയ്ക്കാനായിട്ട് നമുക്ക് നോക്കാം. സെക്കൻഡറി കേസ് ആണെന്ന് പറയുന്നത് കേട്ടോ. തുടക്കത്തിൽ പ്രൈമറി രീതിയിൽ നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്ററുകൾ നമുക്ക് തടയാൻ പറ്റുന്നതല്ല. മറ്റൊരു രീതിയിൽ നമുക്ക് ദ്വിതീയമായിട്ട് രണ്ടാമത്തെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത്തരം ഡിസാസ്റ്ററുകളെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു കാഠിന്യത്തെ കുറയ്ക്കാം. മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ടു റെഡ്യൂസ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അതിന്റെ മറ്റൊരു സിനോണിം പദം ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം. മിറ്റിഗേഷൻ മീൻസ് ടു റെഡ്യൂസ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ, പ്രിവെന്റ് ചെയ്യാനുള്ള ചില മാർഗങ്ങൾ സ്വീകരിക്കാം. തടയാൻ പറ്റില്ല നമ്മളെ കൊണ്ട്, പക്ഷെ അത് അതിന് എതിരെ എടുക്കാവുന്ന ചില മാർഗങ്ങൾ, അതുകൂടി സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് അവിടെ പറയുന്നുണ്ട്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എർത്ത്ക്വേക്ക്, ഹെവി റെയിൻഫോൾ, ഹരിക്കെയിൻ, കെമിക്കൽ ആക്സിഡന്റ്, ഡ്രോട്ട് ഓർ ആംഡ് കോൺഫ്ലിക്റ്റ്. അപ്പൊ ഡിസാസ്റ്റേഴ്സിന് ചില എക്സാമ്പിൾസിൽ പെടുന്നത് കേട്ടോ. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഡിസാസ്റ്ററിന്റെ എന്താ പറയാ, ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് വാട്ട് ഷുഡ് ബി ഡിപ്പെൻഡ് അപ്പോൺ, നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഫാക്ടേഴ്സ്,
ഈ പറയുന്ന താഴെ പറയുന്ന ചില ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡബിൾ ആണ് ഈ എന്താ പറയാ ആ ഏത് സമൂഹം അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റി ആണോ ആ ഡിസാസ്റ്ററിൽ അഫക്ട് ചെയ്യപ്പെട്ടത് അവരുടെ ആവശ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമ്മളുടെ ഈ ഒരു പ്രദേശത്തെ തരത്തിലുള്ള ഡിസാസ്റ്റർ വന്നു. അപ്പൊ ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത ആ ഒരു ഭാഗത്ത് അവർക്ക് എന്തിന്റെയൊക്കെ ആവശ്യങ്ങൾ വരാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അടുത്തത് കുറച്ച് ഫാക്ടേഴ്സ് ആയിട്ടുണ്ട് തന്നേക്കുന്നത്. ഒന്ന്, ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, ഏത് രീതിയിലുള്ള ഡിസാസ്റ്റർ ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്ത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, വെള്ളപ്പൊക്കമാണോ, കാറ്റാണോ, വലിയ കാറ്റാണോ, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ആണോ, അങ്ങനെയുള്ളത് എന്താണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എപ്പിഡമിക്സ്, രോഗം പകർച്ചവ്യാധിയാണോ, അതെന്താണ് ആ ഡിസാസ്റ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ദ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, അതിനുശേഷം ആ ഡിസാസ്റ്ററിനെ നമുക്ക് എന്താ പറയാ അതിജീവിക്കാൻ, അത്തരം ദുരന്തത്തെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ എന്തുണ്ട്, നമുക്ക് ആ ഒരു ഡിസാസ്റ്ററിനെ ഓവർകം ചെയ്യാൻ വാട്ട് ഓൾ റിസോഴ്സസ് ആർ അവൈലബിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അതിന് പറ്റിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഉള്ള വിഭവങ്ങളൊക്കെ ലഭ്യമാണോ, അത്യാവശ്യത്തിന് ഹോസ്പിറ്റലുണ്ടോ, അത്തരം ദുരന്തത്തെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് അതിൽപ്പെട്ടവരെ ആ ദുരന്തമുഖത്ത് നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകാനുള്ള ആവശ്യമുള്ള അടുത്ത് തന്നെ എന്താ പറയാ ഫെസിലിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടോ അതറിയണം. അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് അത്തരം അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരെ ചിലപ്പോൾ ഇത്തിരി വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഫുഡ് കൊടുക്കാൻ അതിന് വേണ്ട റിസോഴ്സസ് അവൈലബിൾ ആണ്, അതാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ വസ്ത്രമോ മറ്റൊക്കെ ഒന്ന് ചിലപ്പോൾ മര്യാദക്കുള്ളത് ഉണ്ടാവില്ല, അതൊന്ന് മാറ്റിച്ച് വേറെ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ കേട്ടോ. എല്ലാ തരത്തിലും റിസോഴ്സസ് അവൈലബിൾ ആണോ ആ കമ്മ്യൂണിറ്റിയിൽ അതറിയണം. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് പ്രിപ്പയർനെസ്, ആ ഒരു ഡിസാസ്റ്ററിന് വേണ്ടി നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2018 ഇവിടെ വെള്ളപ്പൊക്കം വന്നു. That means we were not prepared because we didn't have any warning regarding the disaster. അത്തരം ഒരു വെള്ളപ്പൊക്കം പോലെയുള്ള ഒരു ദുരന്തം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. എന്ത് ചെയ്തു, എല്ലാം അവിടെ ഉപേക്ഷിച്ചു. ഈവൻ നമ്മളുടെ എന്തുണ്ടോ അതെല്ലാം ആ വീടുകളിലും ഉപേക്ഷിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്തു, വിട്ടിരുന്ന വസ്ത്രം അല്ല ചെരുപ്പ് പോലും ഉണ്ടാകുന്ന സമയം കിട്ടില്ല, വെള്ളം കയറിയല്ലോ, കയറി കഴിയുമ്പോ ചെരുപ്പൊക്കെ വെള്ളത്തിൽ ഒഴുകി പോയിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ പോകും അല്ലെ, അന്നേരം വിട്ടിരുന്ന ഒരു വസ്ത്രം പോലും ചേഞ്ച് ചെയ്യാനുള്ള നേരം കിട്ടിയില്ല. കയ്യില് എന്താ പറയാ അവര് ഇത്ര മാത്രം പറഞ്ഞിരുന്നു, രാത്രിയിലാണ് ഇൻഫോർമേഷൻസ്, അതും ഒത്തിരി ആളുകളിലേക്ക് അത്തരം ഇൻഫോർമേഷൻസ് എത്തുന്നില്ല. ബിക്കോസ് നമ്മുടെ പവർ ഫെയിലിയർ വന്നു അല്ലെ, കറണ്ടൊക്കെ പോയി, മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, മൊബൈലൊക്കെ ഓഫ് ആയി പോയി. അപ്പൊ പിന്നെ വാട്സപ്പിലാണെങ്കിലും മറ്റുള്ളവര് അവരുടെ മെസ്സേജസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല അല്ലെ. നേരം വെളുത്ത് ഒരു കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അയൽപക്കത്തോടുള്ള വീടുകളിലൊന്നും ആളുകളില്ല. ബിക്കോസ് അവിടെയൊക്കെ ആളുകൾ അടുത്ത വീടുകളിലുള്ള ആളുകളൊക്കെ ഓൾറെഡി പോയി. നമ്മൾ വെള്ളം താഴെ വന്നു പറയുമ്പോൾ മുകളിലേക്ക് കയറും, മുകളില് കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞാലും എന്താ പറയാ ബാക്കി ഉള്ള വീടുകളിൽ അടുത്തുള്ള ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടത് പോലെയാണ്, അത്തരം ഒരു ഫീലിംഗ് ആകും. എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് വന്നാൽ നമ്മളെ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒന്നും നടക്കില്ല. കുറച്ച് ആൾക്കാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അതനുസരിച്ച് അവരെന്തെങ്കിലും പ്രവർത്തിച്ചോളും, അതെങ്കിലും ഉണ്ടല്ലേ. പക്ഷെ അവിടെ മനുഷ്യന്മാരുടെ പോലും ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതൊക്കെ മനസ്സിലായി. പക്ഷെ ഇതൊക്കെ എപ്പോഴും മനസ്സിലായത് അത്രയും വെള്ളം അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴേക്കും നമുക്ക് ബോട്ടും വഞ്ചിയും ഒക്കെ കൊണ്ടുവന്ന് ആളുകളെ മറ്റ് ഏതെങ്കിലും സ്കൂൾ അടുത്തുള്ള പൊക്കത്തുള്ള സ്കൂളുകളിലേക്ക് ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നു, ക്യാമ്പ് ചെയ്യേണ്ടി വന്നു കൊണ്ടുവന്നിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വി വർ നോട്ട് പ്രിപ്പയർഡ് ടു ഫേസ് ദാറ്റ് ഡിസാസ്റ്റർ ലൈക്ക് എ ഫ്ലഡ്. ഇതുപോലെയുള്ള മഴവെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലെയുള്ള ആ ഡിസാസ്റ്ററിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ, നമ്മളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ അപ്സ്റ്റേഴ്സിലേക്ക് അവരവരുടെ വീടിന്റെ പൊക്കത്തിലേക്കും അടുത്തുള്ള വീടുകൾക്ക് അത് അങ്ങനെ ഒരു സൗകര്യമില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി സൗകര്യം കൊടുത്തു. വിലപിടിപ്പുള്ള സാധനങ്ങൾ നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ പറ്റുമോ? ദാറ്റ് മീൻസ് ഇപ്പൊ ടി വി, റെഫ്രിജറേറ്റർ ഒക്കെ ഇല്ല. അപ്പൊ 2-3 ദിവസം മുമ്പ് ഇത്തരം ഇൻഫോർമേഷൻസ് നമ്മളിലേക്ക് വന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തേനെ, ഇതൊക്കെ ഒന്ന് എടുത്ത് എവിടെയെങ്കിലും പൊക്കത്ത് കയറ്റി വെച്ചേനെ. അപ്പൊ നമുക്ക് അത്തരം സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, നശിച്ചു പോകില്ലായിരുന്നു. അതേസമയം അതൊന്നും പറയാത്തത് കൊണ്ട്, മുന്നറിയിപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് വീട് മാത്രം എന്ത് ഒന്ന് ലോക്ക് ചെയ്തു, അവിടുന്ന് വേഗം തന്നെ വിട്ടുപോയി. അന്നേരം നമ്മൾ ഇത്തിരി മാത്രമേ പ്രാധാന്യം കൊടുത്തുള്ളൂ. അതിന്റെ ഉള്ളിലിരിക്കുന്ന വിലപിടിപ്പുള്ള പല വസ്തുക്കൾക്കും നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. നമ്മൾ അന്നേരം കൊടുത്ത ഇമ്പോർട്ടൻസ് ഓൺലി ഫോർ അവർ ലൈഫ് അല്ലെ, ജീവന് വേണ്ടി മാത്രം നമ്മൾ അന്നേരം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. എല്ലാം കൂടി
പിള്ളേരൊക്കെ കൊണ്ടിട്ട് ഇത്തരം വെള്ളത്തിലാ കൊച്ചുങ്ങളൊക്കെ എടുത്ത് തോളത്തോ തലയിലോ എവിടേക്കോ വെച്ച് അറിയില്ല എങ്ങനെയൊക്കെയാണെന്ന്. കൊച്ചുങ്ങളൊക്കെ കയ്യിൽ നിന്ന് വിട്ട് നമ്മളെ എന്താ പറയാ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയിൽ വരെ വന്നു എന്നുള്ളതാണ്. സ്കൂളിലേക്ക് എത്താനുള്ള സമയം കുറച്ച് ദൂരം മാത്രം ബാക്കി നിൽക്കെ ഭയങ്കരമായ എന്താ പറയാ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഒഴുക്കായിരുന്നു. അപ്പൊ ഈ ഒഴുക്ക് നിങ്ങൾ വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മളൊക്കെ ഹെവിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളത്തിൽ നമുക്കൊന്നും ഒരു വെയിറ്റ് ഇല്ല എന്നുള്ളതുള്ളതാണ് അല്ലെ. അറിയില്ല, നമുക്ക് വെള്ളത്തിനകത്ത് നമുക്ക് വെയിറ്റ് കുറവ് അല്ലേ. ഭയങ്കര വെയിറ്റ് കുറവ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമുള്ളത്. വെള്ളത്തിൽ പൊങ്ങി കിടന്നാൽ മതി, എന്നാലും വെയിറ്റ് വളരെ കുറവായിരിക്കും, പൊങ്ങി കിടക്കും. അപ്പൊ ഈ കൊച്ചുങ്ങളെയൊക്കെ പിടിച്ചിട്ട് ഒന്നാമതെ കുട്ടികൾക്ക് അധികം പൊക്കമില്ലാത്ത കുട്ടികളൊക്കെയാണ്. അപ്പൊ കൊച്ചുങ്ങളൊക്കെ എത്രയല്ല 8ലോ 9ലോ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടീനെയൊക്കെ നമ്മളിങ്ങനെ ഷോൾഡറിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ രണ്ടുപേരൊക്കെ മക്കളൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴും അതുങ്ങളുടെ വായിൽ വരെ വെള്ളം കയറി. എന്നിട്ട് പിന്നെ അവിടെ മുന്നിരുന്ന ആളുകളെയൊക്കെ കൂടി പിടിച്ചു വലിച്ചത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾ എവിടേക്ക് ഒഴുകി പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വന്നു. എന്തുകൊണ്ട്? ദാറ്റ് മീൻസ് വി വർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ടു ഫേസ് ദാറ്റ്. ആ ഫ്ലഡിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതേസമയം കുറച്ച് ദിവസങ്ങൾ മുമ്പാണെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യും, ഇന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, അവിടെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വേഗം തന്നെ മാറ്റി പാർപ്പിക്കും. കഴിഞ്ഞ വർഷം വയനാട്ടിൽ നടന്നതും അത് തന്നെ അല്ലെ. അവിടെ അങ്ങനെ ഒരു നേരത്തെ കൂട്ടി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ലാൻഡ് സ്ലൈഡ് വരുന്ന സമയത്ത് ജീവൻ എങ്കിലും ആളുകളുടെ ബാക്കി കിട്ടിയനെ അല്ലെ. ഒത്തിരി ആളുകളെ കിട്ടാതെയും പോയിട്ടുണ്ട് ഇപ്പോഴും. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് മീൻസ് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയില്, ഒരു ഏരിയയില് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ ആ ഡിസാസ്റ്റർ എന്ത് തരം ഡിസാസ്റ്റർ ആണെന്നും അവിടെ എന്തൊക്കെ റിസോഴ്സസ് ആ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ ഒരുങ്ങി, ഡിഗ്രി ഓഫ് പ്രിപ്പയർനെസ് ആണ്, നമ്മൾ എത്രത്തോളം അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതും. ഇനി മാത്രമല്ല ദ സ്റ്റേജ് ഇൻ ദ ഡിസാസ്റ്റേഴ്സ് ഇവല്യൂഷൻ, ആ ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് നമ്മളുടെ ആ ഒരു അവസ്ഥ എന്താണെന്നും ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കൂടുതൽ ഈ പറയുന്ന ഒന്നുമില്ല എങ്കിൽ കൂടുതൽ ആവശ്യങ്ങൾ ആ ഒരു സമൂഹത്തിൽ വേണം. മനസ്സിലായോ? അപ്പൊ ഈ 4 കാര്യങ്ങൾ മറക്കണ്ട. എത്രത്തോളം ഡിസാസ്റ്റർ അഫക്റ്റ് ചെയ്യുന്ന ആളുകളുടെ ആ പ്രദേശത്തിന്റെ നീഡ്സ്, ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് താഴെ പറയുന്ന ഈ 4 കാര്യങ്ങളിൽ, 4 ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡബിൾ ആണ്. ഏതൊക്കെയാ? ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, ഇത്തരം ഡിസാസ്റ്റർ ആണെന്നുള്ളത്, എന്തൊക്കെ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി അവിടെ അവൈലബിൾ ആണ്, ആൻഡ് എത്രത്തോളം ഡിഗ്രി ഓഫ് പ്രിപ്പയർനെസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആൻഡ് ദ സ്റ്റേജ് അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അത് ഉണ്ടാകുന്ന സമയത്തുള്ള നമ്മളുടെ ആ ഒരു അവസ്ഥ. ഈ പറയുന്ന കാര്യങ്ങളിൽ ആ 4 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 4 പോയിന്റും അതിന്റെ സെന്റൻസ് തന്നെയാണ്. നീഡ്സ് ഓഫ് ഡിസാസ്റ്റർ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ് ഫാക്ടേഴ്സ്. താഴെ പറയുന്ന ഏതൊക്കെ ഫാക്ടേഴ്സിലാണ്? ആ 4 ഫാക്ടേഴ്സ് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടിക്കിടാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. സോ ഇവിടെ നമ്മൾ ഈ ഡിസാസ്റ്ററിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹോസ്പിറ്റൽസ്, നമ്മളുടെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ പൊതുജനാരോഗ്യം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, ഹോസ്പിറ്റൽസ്. ഇവർക്കൊക്കെ ഈ പറയുന്ന ഇത്തരം ഡിസാസ്റ്ററിന്റെ സമയത്ത് they should be organized and should also ready to act for emergency situations. ഇത്തരം എന്താ പറയാ അത്യാഹിതമായിട്ടുള്ള സന്ദർഭങ്ങളില്, അവസരങ്ങളില് എളുപ്പം പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് നമ്മളുടെ ഹോസ്പിറ്റൽസും അതുപോലെയുള്ള പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചേഴ്സും. അതായത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഊന്നൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്ന ഹെൽത്ത് സെന്റേഴ്സുകളുണ്ട് അല്ലെ. നമുക്ക് നമ്മുടെയൊക്കെ പ്രദേശത്തുണ്ടാവുമല്ലോ ഹെൽത്ത് സെന്റേഴ്സ്. ഉണ്ടോ നിങ്ങളുടെയൊക്കെ അവിടെ ഹെൽത്ത് സെന്റേഴ്സ്? ഹെൽത്തിൽ കുട്ടികളെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ കൊണ്ടുള്ള സ്ഥലം ഇല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. സോ ഓൾ ദീസ് ഹോസ്പിറ്റൽസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഷുഡ് ആക്ട് പ്രോംപ്റ്റ്ലി. അവരെന്ത് ചെയ്യണം? നോക്കി നിൽക്കാനോ ചിന്തിച്ചേക്കാനോ നേരമില്ലാതെ പെട്ടെന്ന് ആക്ട് ചെയ്യണം. എന്താ ഇടപെടുന്നത് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യണം. അപ്പൊ നമ്മൾ ചോദിക്കും, ഹോസ്പിറ്റൽസ് അന്നേരം റെഡിയാണോ? യെസ്, ഓഫ് കോഴ്സ് ഹോസ്പിറ്റൽസ് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അതാണ് പറഞ്ഞത്, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ പോകുന്ന നിങ്ങൾ അലർട്ട് ആയിട്ടിരിക്കണം. ഏത് നിമിഷവും, തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ?
We cannot predict what in the next moment will happen. അടുത്ത തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുക നമുക്ക് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾക്ക് നമുക്ക് ചുറ്റും ഉണ്ട്, നമ്മൾ കേട്ടും അറിഞ്ഞൊക്കെ കണ്ടിരിക്കുന്നു, അതൊന്നും ഉണ്ടാകുമായിരുന്നോ? നേരത്തെ കുട്ടി നമുക്ക് ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഇപ്പൊ ആ ഫ്ലഡ് വന്നു, ഈ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി പലരും പല സ്ഥലത്തായി പോയി എന്നുള്ളത് കൂടിയാണ് മറ്റൊരു കാര്യം. നമ്മളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചെറിയ കുട്ടി ആൺകുട്ടി വേറൊരു ഫാമിലിയുടെ കൂടെ പോകേണ്ടി വന്നു. അത് അപ്പൊ നമ്മൾ വേറെ സ്ഥലത്തായി പോയി, നമ്മൾ എല്ലാവരും ഒരു സ്ഥലത്ത്, കൊച്ചി മാത്രം. കാരണം നമ്മളൊക്കെ നീന്തിയ പോയത്, അന്ന് ചെറിയ കുട്ടി ആയതുകൊണ്ട് ചെറിയ കുട്ടികൾ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബോട്ടൊക്കെ വന്ന് ബോട്ടിന്റെ സൗകര്യത്തിനുണ്ട്. ബോട്ടിന്റെ സൗകര്യത്തിന് വേറെ ഫാമിലീസിന്റെ കൂടെ നമ്മൾ പരിചയമില്ലാത്ത ഫാമിലി ഒന്നുമല്ല, നമുക്കറിയാവുന്ന ഫാമിലിയുടെ കൂടെയാണ് പോയത്. പക്ഷെ അവര് കൊണ്ടുപോകുന്നത് വേറെ സ്ഥലത്തേക്ക്, അവരെ ഹോസ്പിറ്റൽസ് പോലെയുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ ഒരു സ്കൂളിൽ പൊക്കത്തില് ക്യാമ്പ് ചെയ്തു. അപ്പൊ നമ്മള് 1, 2, 3 ദിവസം നമ്മൾ രാത്രി പകലും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇവിടെയാണ്. അവിടെ കുട്ടിയൊറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ വേറെ ആളുകളുടെ കൂടെ ആണെങ്കിലും നമ്മുടെ അടുത്തില്ല. അപ്പൊ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെ, ഇനി നമ്മൾ അവരെ തമ്മിൽ കാണോ എന്നുള്ള മൈൻഡൊക്കെ ആയിപ്പോയി. കാരണം ഇത് നമ്മളിത്ര സ്കൂളിന്റെ പൊക്കത്തിലാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചൊക്കെ പഴക്കമൊക്കെ ഉണ്ടായിരിക്കും, അതിനും എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല. അവിടെ നിന്നും ആളുകളെ പിന്നീട് കുറേശ്ശെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 30,000 പേരൊക്കെ ഒറ്റ ബിൽഡിങ്ങിന്റെ പൊക്കത്തിൽ വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് അതിന്റെയും സ്ട്രെങ്ത്തിനൊക്കെ എനിക്ക് തോന്നുന്നു അതിനധികം എന്താ പറയാ കോൺഫിഡന്റ് അല്ലാത്തത് കൊണ്ട് അവിടുന്ന് വീണ്ടും പൊക്കത്തിൽ നിന്നൊക്കെ മറ്റേ താഴെ വഞ്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എന്താ പറയാ നമ്മുടെ സൺഷൈഡ് മേലേക്കൊക്കെ ഇറങ്ങി അവിടുന്ന് വഞ്ചിയിലെ ബോട്ടിലേക്കൊക്കെ ചാടി ഭയങ്കര സാഹസികതയൊക്കെ കാണിച്ചു കൂട്ടി. പക്ഷെ നമുക്ക് എന്താ പറയാ ചില സമയങ്ങളിൽ അതിനുള്ള ധൈര്യമൊക്കെ ഇങ്ങനെ വരും. ചിലപ്പോ ഒരു ഇച്ചിരി പൊക്കത്തിൽ ഒരു ലാഡർ വെച്ചിട്ട് 2 അടി പൊക്കത്തിൽ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ കയറിയെന്ന് പറയേ എനിക്ക് പേടിയാ, ഞാൻ കയറില്ല. പക്ഷെ ചില സാഹചര്യങ്ങള് അല്ലെ വരുമ്പോ ഏത് പൊക്കവും നമുക്ക് വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് തോന്നും. നമ്മൾ അതൊക്കെ കടച്ചു കയറി അതിൽ നിന്നൊക്കെ ചാടി ആണ് രക്ഷപ്പെട്ട് വീണ്ടും നമ്മളുടെ എന്താ പറയാ കൊച്ചിന്റെ അടുത്തേക്കൊക്കെ നമ്മൾ എത്തിയത്. അതുപോലെ പലർക്കും പല അനുഭവങ്ങളും ആ ഒരു ഡിസാസ്റ്ററിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ അനുഭവങ്ങൾ. ഓക്കെ, അപ്പൊ അങ്ങനെ നേരത്തെ കൂട്ടി നമുക്ക് ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു. അപ്പൊ ഹോസ്പിറ്റൽസ് ഇതുപോലെയുള്ള ആരോഗ്യ സംരക്ഷണ മേഖലകളൊക്കെ ഷുഡ് ബി റെഡി ടു ആക്ട് പ്രോംപ്റ്റ്ലി. അവർക്ക് എപ്പോഴും സന്നദ്ധരായിട്ട് ഇരുന്നോളണം. ഇങ്ങനെ ഡിസാസ്റ്ററുകൾ വരും, അപ്പൊ എന്താ പറയാ ഈ ആളെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ എടുക്കില്ല എന്നൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല. അവരിപ്പോഴും അത്തരം സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് വാട്ട് എവർ ദ തിങ്സ് ഓർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്, കോൺവേഴ്സന്റ് എന്ന് പറയുന്നത് അല്ലെ, നോളജബിൾ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ്, അതിന് എന്ത് മെഷേഴ്സ് ആണ്, അതിനെ അതിജീവിക്കാൻ നമ്മൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതൊക്കെ നേരത്തെ കൂടി ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളണം. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരോട്, അല്ലെങ്കിൽ ഇപ്പൊ മറ്റേതെങ്കിലും പബ്ലിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അതിനുള്ള അറിവും മറ്റു കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. എന്ത് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഹൗ ടു ആക്ട്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, വാട്ട് ആർ മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ, എന്തൊക്കെ എന്താ പറയാ മെഷേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അല്ലാതെ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടല്ല ഇതൊക്കെ പറയാൻ പോകണ്ടേന്നാണ് ചുരുക്കം പറഞ്ഞാൽ പറയാ. അപ്പൊ ഓൾ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഓർ ഓൾ പേഴ്സൺ ടു ഓൾ ദ സ്റ്റാഫ്. ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ അവിടെയുള്ള എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കുറച്ച് എഡ്യൂക്കേഷൻസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി മാത്രമല്ല ഡിസ്ട്രിക്ട് ആയിട്ടുള്ള നമ്മുടെ ഓരോ ജില്ലയിലും മെഡിക്കൽ ഹെൽത്ത് അതോറിറ്റീസ് ഒക്കെ ഉണ്ട്. ഹാവ് ടു പ്ലേ എ സർട്ടൻ റോൾ. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ വളരെ എന്താ പറയാ ഒരു കേന്ദ്ര പങ്കാണ് വഹിക്കാനുള്ളത്, സെൻട്രൽ റോളാണ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഡിസാസ്റ്ററിന് എതിരെ എടുക്കേണ്ട ചില തീരുമാനങ്ങൾക്കും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ വളരെയധികം പങ്കുവഹിക്കേണ്ടവരാണ് ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജസും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ സംരക്ഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അധികൃതരും. ഓക്കെ, അവർക്കൊക്കെ വലിയ പങ്കുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽസ് ഓൾസോ ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ലോക്കൽ മെഡിക്കൽ എഫേർട്ട്. ലോക്കലായിട്ട് നടക്കുന്ന അത്തരം ഡിസാസ്റ്റേഴ്സിനും എന്ത് ചെയ്യണം, അവര് ഓരോ ലൊക്കാലിറ്റിയിലെയും ഹോസ്പിറ്റൽസിലും അവരുടേതായ പങ്ക് വഹിക്കാറുണ്ട്. ഹോസ്പിറ്റൽസും അതുപോലെ ഹെൽത്ത് കെയർ സെന്റേഴ്സിനും.
ഓക്കെ, ഇതൊക്കെ അപ്പൊ ഏത് ആളുകൾക്കും മാറിയിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ പരിധിയിൽ പെട്ടതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെയോ കിടന്ന ആളുകൾക്ക് എന്തോ ദുരന്തം സംഭവിച്ചു, സോ വൈ ഷുഡ് വി സഫർ, ഞങ്ങൾ എന്തിനതിന് പങ്കെടുക്കണം, ഇത് ഞങ്ങളുടെ ഏരിയയിൽ പെട്ട ആളല്ല എന്നൊന്നും പറഞ്ഞ് മാറിയിക്കാൻ പറ്റില്ല. അവരാണ് ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എവിടെ നിന്നാണോ ആളുകളെ കൊണ്ടുവരുന്നത്. ചിലപ്പോ അവിടെ കൊള്ളൂല, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ എന്നാലും അവിടെയും ചികിത്സക്ക് എന്താ പറയാ ഭയങ്കര തിരക്ക്, അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ, ഇത്രയും ആളുകളെ ഒന്നും ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, തൊട്ടടുത്ത അതിനടുത്തുള്ള വേറെ ഹോസ്പിറ്റലിലേക്ക് വേഗം ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണ്ട നടപടികൾ അതിനുവേണ്ടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ആ കുഞ്ഞി 2 പാരഗ്രാഫ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ. സെന്റൻസ്, ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ആ പാരഗ്രാഫ് തുടങ്ങുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഏരിയ എന്നുണ്ടത്. ഓഫ് ദ ഏരിയ, AR മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയണേ. എന്റെ നോട്ടിൽ അങ്ങനെയാണ്, നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. AREA, ആ പ്രത്യേക ഏരിയയിലുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ആൻഡ് റെഡി ടു ആക്ട് ഇൻ മാസ് എമർജൻസി സിറ്റുവേഷൻസ്. ഇത്തരം ഭീമമായ അത്യാഹിത സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനും എന്താ പറയാ സന്നദ്ധരായിട്ടുള്ളവരായിരിക്കണം ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ പൊതു ജനാരോഗ്യ എന്താ പറയാ മേഖലകളും എന്നാണ് പറഞ്ഞേക്കണേ. ആ സിറ്റുവേഷൻസ് വരെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിന്റെ അടുത്ത പാരഗ്രാഫിനകത്തും ഡിസ്ട്രിക്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് അതോറിറ്റീസ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഓൺ ആൻ ഏരിയ വൈഡ് ബേസിസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഏത് പ്രത്യേക ഏരിയയിലാണ് ഇത്രയും ഭീമമായ അല്ലെങ്കിൽ വളരെ പടർന്നു പിടിച്ച ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഡിസ്ട്രിക്റ്റും അതുപോലെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഹോസ്പിറ്റൽസിനും അതുപോലെ മറ്റ് ഹെൽത്ത് അതോറിറ്റീസിനും പ്രധാനമായ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ്. ഇനി വീണ്ടും അടുത്ത സെന്റൻസ്, ഹോസ്പിറ്റൽസും ഹെൽത്ത് സെന്റേഴ്സും ലോക്കൽ മെഡിക്കൽ ആയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കാനായിട്ട് സന്നദ്ധരാകണം. ലോക്കൽ ആയിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസും ഹെൽത്ത് സെന്റേഴ്സും സന്നദ്ധരാകണം, അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ആ 2 കുഞ്ഞു പാരഗ്രാഫ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, വായിച്ചല്ലോ. പറഞ്ഞോട്ടെ അടുത്തത് കുറച്ചുകൂടി. Okay, following is the map which shows the disasters occurred in India during the year 1980 to 2009. അല്ലെ, 1980 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ചില ഡിസാസ്റ്റർ, മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് നമുക്കിവിടെ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ, കുറെ സ്ഥലങ്ങളില് എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള ദുരന്തങ്ങള് അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എർത്ത് ഒക്ടോബർ 2005, 2005 ഒക്ടോബറില് എവിടെയാണ്, ജമ്മു കാശ്മീരില് എർത്ത് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി 2005 എന്താ പറയാ ഒരു തരത്തിലുള്ള ഭൂകമ്പം നമ്മുടെ 2005 ഈ ജമ്മു കാശ്മീരിൽ തന്നെ 2 രീതിയിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പലതും ഭുജിലുണ്ടായത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗുജറാത്തിലെ ഭുജിലുണ്ടായ എർത്ത് 2001 പിന്നെ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെപ്റ്റംബർ 1993 എർത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ ഫ്ലഡ് ആണ് ജൂലൈ 2005. ഈ 2009 വരെയുള്ള കാലഘട്ടത്തിലാണ് 1980 മുതൽ 9 വരെയുള്ള 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ പലതരത്തിലുള്ള ദുരന്തമുണ്ട്. ഫ്ലഡ് ഉണ്ട്, എർത്ത് ഉണ്ട്, അതുപോലെ സൈക്ലോൺ ഉണ്ട്, സുനാമി ഉണ്ട്. സുനാമി 2004 അല്ലെ, ഡിസംബറിൽ വന്ന സുനാമി ഉണ്ട്.
സുനാമി തന്നെ പല പല സ്ഥലങ്ങളിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു, പിന്നെ എവിടെയാ സുനാമി എഫക്ട് ചെയ്ത സ്ഥലം ശ്രീലങ്കയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന സുനാമിയും അതുപോലെ എർത്തുക്വേക്കും എല്ലാം കാണിക്കുന്ന ഒരു എന്താ പറയാ മാപ്പാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മാപ്പിനകത്തു നിന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. മാപ്പിനെ ബേസ് ചെയ്ത് തന്നെ ഇവിടെ വേറെ അതിനെ എന്താ പറയാ കുറച്ചുകൂടി ഇങ്ങനെ സെന്റൻസ് പോലെയും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഞാൻ മാപ്പ് കാണിക്കാൻ വേണ്ടി കുറച്ചൊന്ന് സൂം ചെയ്തതാണ്. ഓക്കെ, മാപ്പ് ക്ലിയർ ആയല്ലോ? മാപ്പിനോട് ഫുള്ളും കാണാത്തത് പഠിക്കണ്ട. അത് തന്നെ ഇവിടുന്ന് അതിനകത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇവിടെ താഴെ പോയിന്റ് ബുള്ളറ്റ് തന്നിട്ടുണ്ട്. മേജർ ഡിസാസ്റ്റേഴ്സ് ഈ മാപ്പിനകത്തുള്ളത് തന്നെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞേക്കണേ. മാപ്പ് നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുക, എവിടേക്ക് ഏതൊക്കെ രീതിയിൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തെന്നും അത് ഏതൊക്കെ പ്രദേശത്തെ അത് ബാധിച്ചു എന്നുള്ളതും. 1980 മുതൽ 2009 വരെയുള്ള ഡിസാസ്റ്റേഴ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2018 വെള്ളപ്പൊക്കം ഒന്നും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറയുന്ന ഒരു കണക്കുണ്ട് കേട്ടോ. ആ കണക്കിലാണ് കുറച്ചും കൂടി വലിയ ഒരു ഇത് ഇരിക്കുന്നത്. There has been a 5-fold increase in disaster. അതായത് കുറഞ്ഞ ഏറ്റവും അടുത്ത ഈ കഴിഞ്ഞ 30 കൊല്ലം മുമ്പ് വരെയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 30 കൊല്ലം മുമ്പ് വരെയുള്ള കണക്ക് എടുത്തു കഴിഞ്ഞാല് ഏകദേശം ഒരു 5 മടങ്ങ് വർധനവാണ് ഇത്തരം ഡിസാസ്റ്റേഴ്സിന് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കണക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 30 വർഷക്കാലത്തിനുള്ളില് 5 times ഇൻക്രീസ് ആണ്. 5-fold എന്ന് പറഞ്ഞാൽ എന്താ? 5 മടങ്ങ് വർധനവ് ഇത്തരം ഡിസാസ്റ്ററുകളിൽ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ കണക്കുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് മേജർ ആയിട്ടുള്ള ചില ഡിസാസ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്നാണ് കേട്ടോ. ഭോപ്പാലിൽ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് ദുരന്തമാണ്. അഫക്റ്റഡ് 2 lakh പീപ്പിൾ എന്നാണ് സെന്റൻസിൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കണേല് 2 lakh പീപ്പിൾ എന്നാക്കാമോ? INC എന്നാണ് തോന്നുന്നത് ഇതേക്കണേ. പക്ഷെ അത് LAC ലാക്കിന്റെ ലാക്കിന് LAKH എന്നാണ്. പക്ഷെ ഒന്നുകൂടി നമുക്ക് ഷോർട്ട് ആക്കി LAC എന്നും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആക്കുക. അത് പറഞ്ഞു മനസ്സിലായോ? അഫക്റ്റഡ് 2 lakh പീപ്പിൾ, 2 ലക്ഷത്തോളം ആളുകളെ അത് ബാധിച്ചു. ഏത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ബാധിക്കുകയും അതിൽ 3000-ഓളം പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. 2 lakh എന്നാക്കിയോ? INC എന്നല്ല, അത് 2 lakh ആണ് കേട്ടോ. 2 ലക്ഷത്തോളം ആളുകളെ ആ ഒരു ഭോപ്പാൽ ദുരന്തം ഗ്യാസ് ട്രാജഡി അഫക്ട് ചെയ്തു. അതിൽ 3000-ഓളം പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സൈക്ലോൺസ് ആണ്. along the coast of ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ at the interval of every few years എന്നല്ല കേട്ടോ, അത് every 2 years എന്നാണ്. അത് 2 ആക്കാം. ആ ഫ്യൂ എന്ന് മാറ്റി അവിടെ 2 ആക്കാം. FEW എന്നുള്ളത് വെട്ടിക്കളഞ്ഞ് അവിടെ 2 years. 2 വർഷത്തിലൊരിക്കലേ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും അതങ്ങനെയായിരുന്നു. കുറെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ എന്താ പറയാ, ഇപ്പൊ അടുത്ത കാലങ്ങളിലാണ് കുറെ ആളുകൾ ഇങ്ങനത്തെ വരാത്തെ. കാരണം നമ്മളുടെ അവിടെയൊക്കെ ഇതുപോലുള്ള എന്താ പറയാ ആളുകളുടെ വരവൊക്കെ തടയാൻ വേണ്ടി. കാരണം പുറത്തുനിന്നൊക്കെ കുറെ ആളുകളൊക്കെ വന്നിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നാട്ടിലൊക്കെ പെരുകുന്നത് കൊണ്ട് ബഗേഴ്സിനെ എന്താ പറയാ തടയുന്നതിന് വേണ്ടിയിട്ട് യാചകരായ നിരോധിത മേഖലയൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇപ്പൊ കുറെ ആളുകളെ കാണാനില്ല. കുറച്ച് വർഷങ്ങളൊക്കെ മുമ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാലേ എന്ത് ചെയ്യും, മിക്ക മുസ്ലിം ആൾക്കാരും വരുമ്പോഴും പ്രത്യേകിച്ചും ഓരോ കാർഡിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് കുറെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടല്ലേ. അവരുടെ വീടും സ്ഥലവും കൃഷിയൊക്കെ നശിച്ചു പോയി, വെള്ളപ്പൊക്കം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒറീസ എന്നൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മളപ്പോ അവരെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് വസ്ത്രങ്ങളായിട്ടും അതുപോലെ തന്നെ പൈസ ആയിട്ടൊക്കെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അതൊന്നിട്ട് നമ്മുടെ പേര് എഴുതിയൊക്കെ ഒന്ന് വെക്കാനൊക്കെ പ്രൈവറ്റ് രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് കാലഘട്ടങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് അവർ വരുന്നില്ല. ബിക്കോസ് അങ്ങനെ കുറച്ച് ഏരിയാസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഇത്തരം യാചകരുടെ ആ ഒരു നിരോധിത മേഖലയായിട്ടൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കംപ്ലൈന്റുകളൊക്കെ തെറ്റിയപ്പോഴാണ് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സൈക്ലോൺസ് ആന്ധ്രാപ്രദേശിലും ഒറീസയിലും 2 വർഷം കൂടുമ്പോൾ ഡ്യൂറിങ് ഞാൻ ഇന്റർവെൽ ഓഫ് എന്താ പറഞ്ഞേക്കണേ, ഇന്റർവെൽ ഓഫ് 2 years, 2 വർഷം കൂടുമ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടാകും. അവിടെയും 10-25,000 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഫ്യൂ എന്ന് മാറ്റി 2 years എന്നാക്കാനാണ് ഞാൻ പറഞ്ഞത്. TWO അത് മാറിപ്പോയതാണ്. ഓക്കെ, അടുത്തത് ഉത്തർകാശിയില് 1990 ഉണ്ടായ ഒരു എർത്ത് ഭൂകമ്പം. 1990 1990 ഉത്തർകാശിയിൽ ഉണ്ടായ ഒരു വലിയ ഒരു എന്താ പറയാ ഭൂകമ്പം. അതും വലിയ തോതില് നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു മേജർ ഡിസാസ്റ്റർ തന്നെ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
Then earthquake in Latur in Maharashtra 1993. 1993 മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും ഉണ്ടായത് ഒരു earthquake. അതും മേജർ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, പിന്നെ മെനി ട്രെയിൻ ആക്സിഡന്റ്സ്, അതുപോലെ തന്നെ പല ട്രെയിൻ ആക്സിഡന്റുകൾ, ഒരുപാട് എന്താ പറയാ പാളം തെറ്റിപ്പോയതും അതുപോലെ എന്താ പറയാ മറിഞ്ഞു വീണതും അങ്ങനെയൊക്കെ പല ദുരന്തങ്ങളും ട്രെയിൻ ആക്സിഡന്റ്സും ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും പലതൊക്കെ ദുരന്തങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. എർത്ത് ഗുജറാത്ത് ജനുവരി 2001 എർത്ത് എവിടെ ഗുജറാത്തിലെ ഭുജിലുണ്ടായത്. പിന്നെ സുനാമിയാണ് സദേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈൻ 26 ഡിസംബർ 2004 നമുക്കറിയാം ഉണ്ടായ സുനാമി. അത് എന്താ പറയാ 10,273 ആളുകളുടെ ജീവൻ അപഹരിച്ചു. 2,39,024 ഫാമിലീസ് അവരുടെ വീടൊക്കെ നശിച്ചുപോയി. 27,22,000 പീപ്പിൾ വേർ അഫക്റ്റഡ്. 27,22,000 ആളുകളെ അത് ബാധിച്ചു സുനാമി. അപ്പൊ വലിയ ദുരന്തം തന്നെയാണ് സുനാമി 2004 ഡിസംബർ 26 സൃഷ്ടിച്ചത്. ഇതൊക്കെ മേജർ വലിയ ദുരന്തം ഉണ്ടാ. കുഞ്ഞുതൊക്കെ അതിന്റെ ഇടയിൽ പോയിരുന്നായിരിക്കും. കുഞ്ഞുതൊന്നും ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. വലിയ ദുരന്തത്തെയാണ് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ദുരന്തങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ബുള്ളറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ദാറ്റ് മീൻസ് 7 എണ്ണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മനസ്സിലായോ? മാപ്പ് വേണ്ട, മാപ്പ് ഇമ്പോർട്ടന്റ് അല്ല, അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ഈ 7 എണ്ണത്തില്ലേ, 7 മേജർ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് അത് നോക്കിയാൽ മതി, അത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, മാപ്പിലുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ദുരന്തങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം മേജർ ആയിട്ടുള്ള കുറച്ച് ഡിസാസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി പഠിക്കാനാണ് ആ ബുള്ളറ്റിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ചിലപ്പോ സുനാമിയിൽ എത്ര പേരെ എഫക്ട് ചെയ്തു, എത്ര ആളുകളെ എഫക്ട് ചെയ്തു, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം അല്ലെ. അത് എവിടെയൊക്കെ അഫക്ട് ചെയ്തു, ആ സുനാമി എവിടെയൊക്കെ അഫക്ട് ചെയ്തു ഇതിനകത്തുണ്ട്, മാപ്പിലുണ്ട്. ശ്രീലങ്ക, നമ്മുടെ കേരള, അതുപോലെ ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോൾ അത് ഓപ്ഷനായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഒന്ന് പഠിച്ചിട്ട് വരാം, വായിച്ചൊക്കെ നോക്കാം. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണില്ല, അത് സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വേഗം എടുത്താൽ എന്താ പറയുക, ഇന്നത്തെ മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് കൂടുതൽ പതുക്കെ പോയി പഠിച്ചു പോകാം. ഓക്കെ അല്ലേ? അപ്പൊ സി യു, നമുക്ക് വെള്ളിയാഴ്ച കാണാം. താങ്ക് യു.